ശരിട്ട മാനം പോണു. ടാറ്റ. അതെ ഗൈസ്, അങ്ങനെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകും. ഉമ്മാൻ്റെ അടുത്ത് യാത്ര പറഞ്ഞ് ഉമ്മാനൊന്ന് കരയിപ്പിച്ചിട്ടിരിക്കുന്ന സമയത്താട്ടോ പപ്പ വന്നത്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഹോസ്പിറ്റലിലേക്ക്. അവിടെ കസിൻ ഡെലിവറി കഴിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാവനൊക്കെ കണ്ട് അടുത്ത ടാർഗറ്റ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളുടെ ഫ്രൈഡ് റൈസ് എത്തിയിട്ടുണ്ട്. ഈ തൊപ്പിച്ചേട്ടന്മാരെ കണ്ട പാലക്കാടുകാർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ ഏതാ സ്പോട്ട്. കോട്ട മൈതാനത്ത് റീസെന്റ് ഓപ്പൺ ആയ ഇന്ത്യൻ കോഫി ഹൗസ് ആണ്. ഞങ്ങളുടെ ഫുഡ് അടി ഇവിടെ തീർന്നു വിചാരിക്കരുത്. നല്ലൊരു ഫലൂഡ സ്പോട്ട് അന്വേഷിച്ച് നടക്കുമായിരുന്നു കേട്ടോ. അപ്പം കണ്ട കാഴ്ചയാണ് നമ്മൾ കാണാത്ത പൂക്കളോ. ആ സമയത്ത് ചെറുതായിട്ട് ഞാൻ എൻ്റെ സ്കൂളും കോളേജൊക്കെ ഒന്ന് മിസ് ചെയ്തു. അതിന്റെ സങ്കടം പ്രകടിപ്പിക്കാണ്ട് ഞങ്ങൾ നേരെ പോയത് സോഷ്യൽ കിച്ചണിലേക്കാണ്. അവിടെ പോയപ്പോഴാണ് ആ നഗ്ന സത്യം ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. ഫുഡ് കഴിക്കുന്ന സമയമായതുകൊണ്ട് ഫലൂഡ സെക്ഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത പ്ലാൻ ഇടുന്നതിന് മുന്നേ അടുത്ത പണിയായിട്ട് മഴ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്ലാനിങ്ങിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായപ്പോൾ കുറച്ച് പുളിമുട്ടായി ഒപ്പിച്ച് നീസിൽ ഞങ്ങൾ വീട്ടിൽ പോയപ്പോൾ അതാ പിന്നെയും പെരുന്നാൾ. ഐഷുമാന്റെ സ്പെഷ്യൽ പത്തിരിയും ചിക്കൻ കറി. ബാക്കിൽ നിന്ന് പപ്പ കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു, ഇത്ര ദിവസം എനിക്ക് ഉണ്ടാക്കി തന്നില്ല, മോള് വന്നപ്പോൾ മോൾക്ക് സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന്റെ സന്തോഷത്തിൽ ഒരു പത്തിരിയും കൂടി എക്സ്ട്രാ കഴിച്ചിട്ട് ഞാൻ സുഖമായി പോയി കിടന്നുറങ്ങി. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റ.